ഈ ട്രിപ്പ് പോകാനൊക്കെ തീരുമാനിച്ചിട്ടേ ജോലി ചെയ്യുന്നിടത്ത് സെറ്റ് ലീവ് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താന്ന് അറിയാം എനിക്കറിയില്ല. ഭയങ്കര അടിപൊളിയല്ലേ? പൊളിയാണ് ആ അനുഭവിക്കേണ്ട. അത് മാത്രല്ല ഇപ്പൊ നമ്മള് ട്രിപ്പ് പോകാൻ വേണ്ടി ഫുൾ പ്ലാൻ ചെയ്ത് ഐറ്റിനറൊക്കെ തയ്യാറാക്കി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ലീവ് കിട്ടിയില്ലെങ്കിലോ? എനിക്ക് തോന്നുന്നു നിസാമിനൊക്കെ അറിയാം എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആൻസർ തരാൻ പറ്റുക. നിസാമ പറയടാ. അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തനുഭവിച്ചിന്. അടുത്തല്ല ഇപ്പൊ പറയാ ആ സിറ്റുവേഷൻ പറയും എന്തുകൊണ്ടാണ് അല്ലെ എവിടേക്കാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്? നമ്മള് പോവാൻ തീരുമാനിച്ചത് ഒരു ഹൈദരാബാദ് യാത്രയായിരുന്നു. അത് ഹൈദരാബാദ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഹൈദരാബാദ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മോട്ടറാക്കിയോണ്ട്. ഹൈദരാബാദ് ഞാനിപ്പോ ഒറ്റയ്ക്ക് പോവാന്നുള്ള രൂപത്തിൽ നമ്മള് പ്ലാൻ ചെയ്തിരുന്നാണല്ലോ ഹൈദരാബാദ്. സോളോ ട്രിപ്പ് ആയിട്ട് നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ? അതേപോലെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താണ്. അന്ന് റമദാനില് ഹൈദരാബാദ് പോവാം ഹലീമൊക്കെ കഴിക്കാന്നുള്ള രൂപത്തിൽ വിചാരിച്ച് നൈറ്റ് ലൈഫ് റമദാൻ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്നൊക്കെ ഒരു അനുഭൂതി കൊണ്ട് ആൾക്കാർ പറഞ്ഞ് കേട്ട് അങ്ങനെ പോവാന്നുള്ള രൂപത്തിൽ അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ സെറ്റാക്കി ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് ഇതേപോലെ ഹൈദരാബാദ് പാളി. റമദാനിലെ ഹൈദരാബാദ് പാളി. പിന്നെ വേസ് കാരണം ഞാൻ വേസ് ഉണ്ട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വേസ് ഡ്രൈവ് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒക്കെ ഓക്കെ ആയി. എല്ലാം എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം ഫുൾ പ്ലാനഡ് സെറ്റായി. നമ്മുടെ യാത്രയുടെ ഒക്കെ സ്വഭാവം അറിയാലോ, നമ്മള് ഫുള്ള് എന്ത് ചെയ്യും A to Z കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അതൊരു അവസാന നിമിഷത്തില് ഒന്നല്ലേ ഇവനക്ക് ഹൈദരാബാദായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലേ? തോന്നുന്നുണ്ട് ഹൈദരാബാദായിട്ട് എന്തെങ്കിലും പ്രശ്നം. എത്ര വട്ടം മുടങ്ങണേ? 2ാം വട്ടം. മുമ്പ് ഒരു വട്ടം ഹൈദരാബാദ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനെ എന്തെങ്കിലും യാത്രകൾ തീരുമാനിച്ചിട്ട് മുടങ്ങിയ എന്തെങ്കിലും അനുഭവം? നല്ലൊരു അനുഭവം എന്താ വെച്ചാല് ലക്ഷദ്വീപ് പോണ ഒരു യാത്ര. അത് 2018 ആണ്. ഫുള്ള് സെറ്റായി. എന്താ പൈസ പോലും കൊടുക്കണ്ട, ഫോട്ടോഗ്രാഫർ ആയിട്ട് പോവാണ്. നമ്മള് അതല്ല സ്റ്റേഷനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ടല്ലേ പോണത്. അങ്ങനെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണല്ലോ PCC. അപ്പൊ അതിനു വേണ്ടി സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി. ഞാൻ അത് അക്ഷയെന്ന് കിട്ടുകയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാട്ടിലത്തെ അക്ഷയെന്ന് ചെയ്ത് PCC ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോ അത് വേറെന്തോ PCC സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തപ്പോ PCC അല്ല വേണ്ടത്, ഇതല്ല പറഞ്ഞ് വേറെ. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇവിടെ പാണ്ടിക്കാട് സ്റ്റേഷനാണ്, ഞങ്ങളെ സ്റ്റേഷൻ പാണ്ടിക്കാട് സ്റ്റേഷനാണ്, അവിടുത്തെ അക്ഷയില് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി. 500 രൂപ ചലാനൊക്കെ അടച്ച് കിട്ടി. മറ്റേ 500 പോയി. അങ്ങനെ ഒക്കെ റെഡിയായി. പോണേന്റെ 3 ദിവസം മുമ്പ് മുടങ്ങി. എന്താ ചെയ്യാ? എന്തായിരുന്നു ആ സമയത്ത് എന്തൊക്കെയാണ് ആ സമയത്ത് തോന്നുന്നത്? സാധാരണ പിന്നെ എന്റെ മാതിരി പൈസ ഒന്നും പോയിട്ടില്ലല്ലോ. എന്താ വെച്ചാല് നമ്മള് അങ്ങോട്ടില് പോവാൻ നിന്നാല് ഫുള്ള് റെഫറൊക്കെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോ വരെ അവിടെ പോയിട്ട് അത് കാട്ടണം ഇത് കാട്ടണം, ഇങ്ങനെ ഫോട്ടോ എടുക്കണം. പക്ഷെ അന്ന് എനിക്ക് സേവ് ചെയ്യണ അറിയില്ല. പക്ഷെ ലാസ്റ്റ് 3 ദിവസം മുമ്പ് മുടങ്ങി. അല്ലെങ്കിൽ നമ്മള് തീരുമാനിച്ച വർക്ക് ആ ഒപ്പുള്ള ഒരാളുടെ മുഹ്സിന്, മൻസൂർ അറിയില്ലേ മുഹ്സിന്, ഓനും അത്യാവശ്യമായിട്ട് ഡൽഹി പോകേണ്ട ആവശ്യം ഉണ്ടായിന്. ഓന് വേറെ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് പോകേണ്ട ആവശ്യത്തിന്. അങ്ങനെ അതും പോയപ്പോ എനിക്ക് ലീവ് എടുക്കാറില്ല. ഇവിടെ ആരുമില്ല, അല്ലെങ്കിൽ ഈ തീരുമാനിച്ച യാത്രകളൊക്കെ മുടങ്ങാന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടമുള്ള വിഷയമാണ്. ഇല്ല, കാരണം ഞാൻ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നിലേക്ക് യാത്ര തീരുമാനിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും ഞാൻ പൊതുവെ. വേറൊരു വിഷയം
അല്ല അത് മാത്രല്ല, പിന്നെ നമ്മൾ ആദ്യം ലീവൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം, നമ്മള് ലീവ് അപ്ലിക്കേഷൻ കൊടുത്തൊക്കെ സെറ്റ് ചെയ്യണം. ഇതുവരെ യാത്ര മുടങ്ങിയിട്ട് തലേന്നാണ് ലീവ് അപ്ലിക്കേഷൻ കൊടുക്കുക. അതെ, അങ്ങനെ അത് മാത്രല്ല, മാസത്തിലാകെ 4 ലീവ് ഉള്ള മാസം 10 ലീവ് വേറെ എടുക്കും, അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഏത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ എല്ലാ അതൊന്നും പ്രശ്നമില്ലായിരുന്നു. അതൊക്കെ പ്രശ്നമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എടാ ഞാനില്ലേ, ഞാൻ ഒരു കഥ അല്ല ഉണ്ടായ സംഭവം, തള്ളല്ല. അല്ലേ, ഞങ്ങള് എന്താ പൂഞ്ചിരി പോയ സമയത്ത് അവിടെ ഉള്ള ദുന്തക്ക് എന്ന ഒരു ഗ്രാമമുണ്ട്, അവിടേക്ക് പോയിന്. ഞങ്ങളോട് പറഞ്ഞ് സ്റ്റേ എവിടെ ചോദിച്ചപ്പോ ദുന്തക്കിലാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പോഴുള്ള ചെക്കന്മാർ, അവിടെ ജോലി ചെയ്യുന്ന ചെക്കന്മാരൊക്കെ നല്ല അടിപൊളി എന്നുള്ള ആ ഒരു മൈൻഡില് അവരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഞാനും നിഷാദ് പറഞ്ഞ ഫ്രണ്ടും ആബിദും ഞങ്ങൾ 3 ആളുള്ളത്. ഞങ്ങൾ എന്നിട്ട് അമീർ സാറാണ് ആളെ കൂടെ ഞങ്ങൾ പോണേ. അമീർ സാറിൻ്റെ കൂടെ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു മൂപ്പര് പറഞ്ഞു 2 വഴിയുണ്ട്, പുഴ കടന്നിട്ടൊരു വഴിയുണ്ട്, പുഴ അടി കടന്നിട്ട് നടന്നു പോയിട്ട് ഒരു വഴിയുണ്ട്, പിന്നെ റോട്ടിൽ കൂടെ പോകണമെങ്കിൽ കുറേ ചുറ്റണം, ഏതാ പോകേണ്ടത്. ഞാൻ പറഞ്ഞു പുഴയിൽ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ പുഴ നടന്നു പോകണം. തീരെ ആയല്ലാത്ത സ്ഥലം, ഇതുമില്ല, എന്താ പറയാ, ഒലിവില്ല, കുറച്ച് വെള്ളമുണ്ട്, മറ്റേ ഐസുരുക്കി വരുന്ന വെള്ളം, നടന്നു പോകാൻ പറ്റും. അങ്ങനെ പോയിട്ട് എങ്ങനെ വെച്ചാല് പുഴന്റെ വക്കത്ത് ചെറിയൊരു നമ്മൾ ബെഡ് സ്പേസ് ഉണ്ടാവില്ലേ, അത് ഓടിട്ടതാട്ടോ. പിന്നെ അതിന്റെ ബാക്ക് കൂടെ ഒരു അരുവിയൊക്കെ ഇങ്ങനെ ഇതാണ്ട്, നമ്മള് കുളിച്ചണമെങ്കിലും അതുപോലെ ഒതുണ്ടാക്കാനൊക്കെ പോവാന് ആ അരുവിയൊക്കെ പോവാ. പിന്നെ ഒരു മണല് വരല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോയിരുന്നു കുറെ അടുത്ത ആ നാട്ടില്. ദുന്തക്കാണ് ചെറിയ ഗ്രാമം, ഒരു വലിയ മലന്റെ താഴെ വരെയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ നയീമി അവിടെ ഒരു നയീമി ഉണ്ട്, മൂപ്പര് എന്നെ സ്വീകരിച്ച് നമ്മളെ. അങ്ങനെ ഞങ്ങള് കുറേ ദിവസത്തെ യാത്രൻ്റെ ശേഷം 8 ദിവസത്തെ യാത്രൻ്റെ ശേഷം ആദ്യമായിട്ട് ഓരോടുന്നാണ് നമ്മളെ നാടൻ ചോറുന്ന്. അത്രയും ദിവസം വടാപ്പാവ് ചനാ മസാല പറഞ്ഞ ട്രെയിനിൽ നിന്ന് ഓടുന്നൊക്കെ തിന്നല്ലേ. അങ്ങനെ നാടൻ ചോറ്, അതായത് നമ്മളെ അതുപോലെ ജമ്മു താവിന്ന് ഞങ്ങൾ ചോറ് തിന്നേന്. പക്ഷെ അത് മറ്റേ ചെറിയ അരിയില്ലേ, പച്ചരി പിന്നെ ആണ്. പക്ഷെ ഇവര് കേരളൈറ്റ്സ് ആയതുകൊണ്ട് ഓരിങ്ങനെ മോട്ട അരി അതില് അങ്ങനെ ചോറൊക്കെ തിന്ന്. അങ്ങനെ വൈകുന്നേരമായപ്പോ ഓർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മൂഡും ഇല്ല. എന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു സുഖമല്ല, നല്ല തണുപ്പും. പിന്നെ ഒരു മരുവിന് ശേഷമൊക്കെ നല്ല ചെറിയ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോ നല്ല മഴ. പിറ്റേ ദിവസം നീച്ച് നോക്കുമ്പോ പുഴ എന്താ ഫുൾ നിറഞ്ഞിട്ട് മഴ ചെയ്തിട്ട് പുഴ നിറഞ്ഞ് നമ്മളെ ഇതിന്റെ മുറ്റത്തേക്ക് എത്തി. അപ്പുറത്തെ വണ്ടി നിർത്തിട്ട് അപ്പുറത്തേക്കാ. ചുറ്റി പോവാണെങ്കിൽ അത്യാവശ്യം 4-5 കിലോമീറ്റർ പോകാനും ഉണ്ട്. അങ്ങനെ മൂഞ്ചി ഞങ്ങൾ കുറെ പിറ്റേ ദിവസം പ്ലാനൊക്കെ ഉണ്ടായിന്, ഒരു വേറെ സ്ഥലത്തേക്ക് കുറച്ച് കുന്ന് കയറാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ദിവസം ഫുള്ള് വെള്ളിയാഴ്ചയാണ്, ദിവസം ഫുള്ള് അവിടെ നിന്ന്. ആ ഗ്രാമത്തില് ചെറിയ പള്ളിയുണ്ട്, ആ പള്ളിയിലും ആ സംഭവം എന്താ വെച്ചാല് അങ്ങനെ വെള്ളം കയറിയോണ്ട് ആ ഗ്രാമം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ അത് ശരിയാ. അത് പലപ്പോ നമ്മള് യാത്ര പോകുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില സംഗതികളാണത്. ചിലപ്പോൾ നമുക്ക് തോന്നും മൂഡ് നമ്മളെ പ്ലാനൊക്കെ മാറി തോന്നിയാലും, പക്ഷെ അതിന് നല്ല വേറെ പ്ലാൻ. എനിക്ക് പൊതുവെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇപ്പോൾ ഞാൻ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മളെ ഇപ്പോൾ പരിചയമുള്ള ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ട്. ഞാൻ യാത്ര പോകുമ്പോൾ അങ്ങനെ നോക്കല്, നമ്മൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലെ പോയി കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു യാത്ര പോയ സമയത്ത് എന്നോട് വരാൻ പറഞ്ഞ ഒരാൾ അവിടെ ഇല്ല. ഞാൻ ചെന്ന സമയത്ത് ആളിനോട് പറഞ്ഞിരുന്നു ഒന്ന് തിരക്കുള്ളോടും ഇപ്പോൾ വേറെ വഴിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്തായി, എനിക്ക് വേറെ 1-2 ആൾക്കാരെ കിട്ടി. പക്ഷേ ഞാൻ ആ പരിസരത്തുള്ള ആൾക്കാരെല്ലാവരും പരിചയപ്പെട്ട് നമുക്ക് കൂടുതൽ കുറേ അനുഭവങ്ങളും കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ കുറേ കോണ്ടാക്റ്റുകളൊക്കെ കിട്ടി. ഇതിപ്പോൾ ലാസ്റ്റ് ഷിംല പോയില്ലേ? അത് പ്ലാൻ ചെയ്ത് പോയതല്ലോ? പ്ലാൻ ചെയ്ത് പോയതാ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മളെ വേറെ ഒരു എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച ഒരു ഫ്രണ്ടും ഞാനും കൂടി ഞങ്ങളങ്ങനെ പറഞ്ഞ് നമുക്ക് ഷിംല പോയത്. ഷിംല ഭയങ്കര നല്ല. പൊതുവേ ഞാനും ഇതൊരു ഷിംലയെ കുറിച്ച് കേട്ടിട്ടോ അല്ലെങ്കിൽ അതായത് അങ്ങനെ നമ്മൾ ബ്രീഫ് കിട്ടും, നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം എന്നല്ലായിരുന്നു. അപ്പം പറഞ്ഞത് അവൾക്ക് ഒരു ടോയ് ട്രെയിനിൻ്റെ ഒരു ഇതുണ്ട്, അത് ഭയങ്കര രസമാണ്. ആൾക്കാരൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ്, നമുക്ക് അതിൽ പോവാം. അപ്പോൾ അതിലിങ്ങനെ ക്രൈറ്റീരിയ ഒക്കെ അടിക്കടി ബുക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ഒന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ മീൻസ് അതായത് ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഈ ദിവസം അല്ലെങ്കിൽ ഈ ഡേറ്റിൽ 1 മാസം മുമ്പേ
അത് ഓപ്പൺ ആവുള്ളൂ, അതിൻ്റെ മറ്റേ ബുക്കിംഗ് ഓപ്പൺ ആവുള്ളൂ. സൈറ്റ് നമ്മൾ IRCTC തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞാനും ഇവൻ്റെ ഒരു സുഹൃത്തും ഇവരുണ്ടത് ഡൽഹിയിലാണ്, ഇവൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ട്രിപ്പൊക്കെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോഴും 2 മാസമൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പ്ലാൻ ചെയ്യുള്ളൂ. കാരണം നമുക്ക് അതുവരെ എന്ത് ചെയ്യണം, ലീവിന് വേണ്ടി നമ്മളിങ്ങനെ ഇതാക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെ പ്ലാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒക്കെ എല്ലാ പ്ലാനും റെഡി ആയിട്ട് തന്നെ പോണ്, പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മുടെ മഞ്ഞപ്പിത്തം വല്ലാതെ കൂടി, പൊതുവെ എല്ലാ സ്ഥലത്തും അങ്ങനെ മഞ്ഞപ്പിത്തം വരൽ തുടങ്ങിയ സമയത്ത് എൻ്റെ 2 ഫ്രണ്ടിന്, ഡൽഹിയിൽ 2 ഫ്രണ്ടിന് മഞ്ഞപ്പിത്തം പിടിച്ച് 2 ആൾക്കാർക്കും. അങ്ങനെ ഓൻ്റെ പ്രതീക്ഷ ചെയ്യുന്നു അത് മാറും, നമുക്ക് ട്രിപ്പ് പോകാമെന്നുള്ള പ്രതീക്ഷ. ഞാൻ അവസാന ദിവസം വരെ തന്നെ നമ്മൾ പ്രതീക്ഷ. പക്ഷേ എനിക്ക് എന്തായാലും ഡൽഹി പോകണം, അതായത് നമുക്ക് വേറൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഷിംല പോകാമെന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷെ ഞാൻ ഡൽഹിയിൽ എത്തിയിട്ടും ഇവനെന്ത് ചെയ്ത ഇവനെന്ത് ചെയ്ത് മഞ്ഞപ്പിത്തം കൊണ്ട് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ നാട്ടിലുള്ള ആളാണ്, മലയാളി എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ആളാ. അപ്പം എൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ടല്ലോ, ഓന് നമുക്ക് പിന്നെ പോയി നോക്കാന്നുള്ള നിലക്ക് ഞാനേതായാലും വെറുതെ ഞാൻ അവസരം കളയണ്ടെന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു. അപ്പോൾ അതിന് യാദൃശ്ചികമായിട്ട് എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ട്, ആള് എനിക്ക് ഇൻസ്റ്റയിൽ പരിചയമുള്ള ഒരാൾ, നല്ല ഫോട്ടോഗ്രാഫർ, അടിപൊളി ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആള് ഹൈദരാബാദിലാണ് പഠിക്കണത്. ആൾ ഒരു ദിവസം നാട്ടിൽ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന സമയത്ത് ഞങ്ങൾ കണ്ട് സംസാരിക്കണം സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് പോരില്ല എന്നുള്ള സ്റ്റേജിലാണ് ഉള്ളത്. അവൻ ഡൽഹിയിൽ 2 ഫ്രണ്ട്സ് പറഞ്ഞു. ആ സമയത്ത് അവനോട് പറഞ്ഞു 2 ടിക്കറ്റ് ഉണ്ട്, പോരുണ്ടെങ്കിൽ പോര്, നമുക്ക് ടിക്കറ്റിൻ്റെ പൈസ നോക്കണ്ടേ, അവിടുത്തെ ചെറിയ പൈസ നമുക്ക് അവിടുത്തെ ബഡ്ജറ്റ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് എത്രയാണ് അങ്ങോട്ട്? ഡൽഹിയിൽ നിന്ന് കൽക്ക് പോയിട്ട് കൽക്കേന്ന് നമുക്ക് ഷിംലേക്ക് അത് ചെറിയ പൈസ ഉള്ളൂ, 65 റുപ്യ 70 റുപ്യ അങ്ങനെ ചെറിയ പൈസ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ഉണ്ട്, അതിനൊക്കെ പൈസ കൂടെ അങ്ങനത്തെ ഉണ്ട്. സാധാരണ നോർമൽ ടിക്കറ്റും ജനറൽ ടിക്കറ്റൊക്കെ കിട്ടും. കാരണം ഇതൊരു ടൂറിസ്റ്റ് മാത്രമല്ല, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനും കൂടിയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര പൈസ വരുന്നത്. അങ്ങനെ ഇവൻ പറഞ്ഞ ഓക്കെ, അതിൽ മിഥിലാചാരൻ നമ്മളെ ഫ്രണ്ട് അവൻ പറഞ്ഞു ഞാൻ എന്തായാലും ഉണ്ടാവും. കാരണം ഓനക്കും യാത്ര പറഞ്ഞ പോലെ നമ്മൾ യാത്ര ഭയങ്കര താല്പര്യമുള്ള ആളാണ്, ഭയങ്കര ക്രേസുള്ള ആളാണ്. അപ്പം അവനും പറഞ്ഞത് ഞാനും വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ മറ്റേ ഡൽഹി എത്തി. അങ്ങനെ എൻ്റെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഷിംല കൽക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പം പറഞ്ഞു ഞാൻ കയറണുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ ട്രെയിൻ മിസ്സാകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമുക്ക് അങ്ങനെ ഇതിൽ പോരാല്ലേ, 2 വഴി ഞങ്ങൾ ഇതന്നെ എടുത്തിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഞാനെന്ത് ചെയ്യും, ഞാൻ കൽക്കൊക്കെ കയറി. അങ്ങനെ ഞാൻ കൽക്കേന്ന് ഷിംലേക്കുള്ള ടോയ്റ്റിന് സമയം ഇപ്പം എന്ത് ചെയ്തിട്ടില്ല, അവൻ കൽക്ക് എത്തിയിട്ടില്ല. പിന്നെ ഓനക്ക് ഒരു ട്രെയിൻ മിസ്സായി. അങ്ങനെ വേറെ ട്രെയിനൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് ഓനോട് ഞാൻ പറഞ്ഞാൽ ബസ് പിടിച്ചാണ് ഷിംലേക്ക് എത്തിയാൽ മതി. അതായത് ബസ് ഇത് സംഭവം കുറച്ച് സ്ഥലമുള്ളെങ്കിലും, അതായത് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ, എത്ര കിലോമീറ്റർ വരില്ല. പക്ഷേ ഇത് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്, 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇതിൽ ജേർണി വരും. ബസ്സാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ ബസ് എത്തും. ഡൽഹിയിൽ നിന്ന് നേരെ ഡയറക്റ്റ് ബസ് ഉണ്ട്, നല്ല സുഖത്തിൽ പെട്ടെന്ന് എത്തും. അപ്പോൾ ഈ ടോയ് ട്രെയിൻ വേണ്ടെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അതും ചൂസ് ചെയ്യാം, ആ സമയം ലാഭിക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കരുതും ഇങ്ങനെ ഒരു കാട്ടിനുള്ളിൽ കൂടെ പോവല്ലേ എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഓരോ ഡെസ്റ്റിനേഷനും ഇവരെ നിർത്തണ, ഇപ്പോൾ സാധാരണ നമ്മൾ ട്രെയിനിൽ പോകണം മാതിരത്തെ ഒരു സ്റ്റോപ്പുകളോ കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര ഡിഫറെൻ്റാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളും. എനിക്ക് ഷിംലനെ കുറിച്ച് ഞാൻ ആദ്യം ഇതുവരെ നോക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഫ്രഷാണ്. കാരണം നമുക്ക് ഇങ്ങനെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമായിരുന്നില്ല ഷിംല. കാരണം ഞാൻ ഷിംലിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ പറഞ്ഞ മാതിരി എനിക്കിത് കാണുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം അതുമാത്രമല്ല, ഞാൻ ഒറ്റക്കാണല്ലോ. കാരണം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള പാസഞ്ചേഴ്സും ആരും എനിക്കറിയില്ല. എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ സംഭവം ഭാഷ ഒന്നും അറിയില്ലെങ്കിൽ എന്നാലും നമുക്ക് അറിയുന്ന ഭാഷ വെച്ചാണ് ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഒരു തമിഴ് ടീമൊക്കെ ഉണ്ട്, തമിഴ് ഫാമിലിയൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അവരുടെ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഓരോ മൊമെൻറ്റും എനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് നല്ല വെതറുമാണ് ആ സമയത്ത്, നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ ചെറിയ തണുപ്പും, കാരണം വെയിലും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല, നല്ല തണുപ്പ്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടിയാണ്. അങ്ങനെ ഞാൻ ഷിംലെത്തി. എനിക്ക് ഷിംലെത്തിയാലും കാരണം നമ്മളെന്ത് ചെയ്തിട്ടില്ല, ഇവിടുത്തെ ഒരു ഐഡിനറി ഒന്നും തയ്യാറാക്കിയില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓനക്കെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതുകൊണ്ട് ഞാനൊക്കെ ഓനെ ആശ്രയിച്ചിട്ടായിരുന്നത്. കാരണം ഞാൻ അതുകൊണ്ട് ഒന്നും തയ്യാറെടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി, കുറേ ആൾക്കാർ വന്നിട്ട് റൂം വേണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ വേണ്ടെന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെ നടന്ന് ഞാൻ ആയിക്കോട്ടെ ഷിംല ഒന്ന് കാണാമെന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ ഇറങ്ങി നടന്ന്. ഇവൻ വരാനുണ്ടല്ലോ, ഒരു ഫ്രണ്ടോട് വരാനുണ്ട്, അതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്യും വേണമെന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ നടന്ന്. അങ്ങനെ ഈ മാൾ റോഡ് പറഞ്ഞ ഷിംലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ നോർത്ത്, നമ്മളെ ഡൽഹി ഹൈദരാബാദ് മുംബൈ എന്ന് പറഞ്ഞ സ്ഥലങ്ങളും വെച്ച് കണ്ട്
ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് പിന്നെ ഷിംല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ എവിടെ ഫ്രെയിം വെച്ചാൽ എവിടെ ഫോട്ടോ എടുക്കാൻ ക്യാമറ വെച്ചാലും ഫ്രെയിമാണ്. കാരണം അത്ര എന്തുകൊണ്ട് വൃത്തിയോടാണ്. ഈ മാൾ റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ നമ്മൾ ചേരികൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രീറ്റുകൾ കടകളൊക്കെ ഒരുപാടുള്ള സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് വണ്ടികൾ ഹോണടി നമുക്ക് ഡൽഹിയിലൊക്കെ അനുഭവങ്ങൾ അതാണല്ലോ. കുറേ ആൾക്കാർ ആകെ കൺജസ്റ്റഡ് ആയിട്ട്. പക്ഷേ മാൾ റോഡ് പറഞ്ഞാൽ അങ്ങനെയല്ല, വളരെ പീസ്ഫുള്ളായിട്ട് നല്ല അവിടെ ആകെ ഒറ്റ വണ്ടിയെ കയറുള്ളൂ. നല്ല ടാറിട്ട റോഡുകളാണ്, പക്ഷെ ഒറ്റ വണ്ടി മാത്രമേ ആ റോഡ് കയറുള്ളൂ. അത് ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി കടലത്തെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന വണ്ടി മാത്രമേ കയറുള്ളൂ. അവിടെ വേറെ ഒരു തരത്തിലുള്ള വണ്ടി എന്ത് ചെയ്യില്ല, ആ വഴി കയറില്ല. കാരണം അത്രയും സ്ട്രിക്റ്റാണ്. അവിടുത്തെ നിയമങ്ങൾ ഭയങ്കര വൃത്തിയുടെ ഭയങ്കര കാര്യം. ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഇവരിത് വെക്കും, ഇങ്ങനെ വേസ്റ്റ് ബോക്സുകൾ വെക്കും. അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത്രയും നല്ല രസത്തിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര നമുക്ക് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ റൂം തപ്പി കിടന്ന് ഞാൻ ഇവനോട് സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരുന്ന നമ്മളെ ഫ്രണ്ടിനോട് നമ്മുടെ ഇതിലാച്ച ഫ്രണ്ടിനോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റൂം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതൊക്കെ കണ്ട് നടക്കണമുണ്ട്. അങ്ങനെ ഷിംലത്തെ ഫസ്റ്റ് സീസൺ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം പോയ സ്ഥലത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇതിങ്ങനെ ഷിംല പറഞ്ഞാൽ തട്ടായിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ റോഡിൽ നിന്ന് വന്നിറങ്ങിയാൽ ഈ മാൾ റോഡ് പറഞ്ഞത് എന്ത് ചെയ്യണം, സാധാരണ റോഡ് പോലെ തന്നെയാണ്. പക്ഷേ ഈ സാധാ റോഡിൽ നിന്ന് ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മുകളിൽ കയറുക. അടിയിൽ ലിഫ്റ്റ് ഉണ്ട്, ഒരു ഫേസ് 1 പറഞ്ഞ ലിഫ്റ്റ്, അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഫേസ് 1. അങ്ങനെ ഓരോ തട്ടായിട്ടാണ് ഷിംല പറഞ്ഞ സാധനം രൂപീകരിച്ച് കിടക്കുന്നത്. ഇപ്പോൾ നമുക്കത് നോക്കിയാൽ തന്നെ നമുക്ക് ഇപ്പോൾ ടോപ്പ് ഇപ്പോൾ അവിടെ ഒരു ജാക്യൂസി ടെമ്പിൾ പറഞ്ഞ വലിയൊരു ഹനുമാൻ്റെ പ്രതിമ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ അടിയെന്ന് പറഞ്ഞേക്കെ അങ്ങനെ നടന്നു പോകണ്ട, റിസ്ക് ആണ്. മീൻസ് നല്ല ഡയറക്റ്റ് റോഡ് തന്നെ. യെസ് ഇതന്നെ, ഈ സാധനം തന്നെ. ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് നല്ല പീസ്ഫുള്ളായി കുറച്ച് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വണ്ടി പോകുന്നുണ്ട്, ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ സാധാരണ നമ്മൾ ചീപ്പ് വലിയ ബഡ്ജറ്റ് ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കും. അപ്പോൾ എന്നോട് കുറേ കാര്യം മറ്റേ നടന്നു പോലെ നടക്കുമല്ലോ, ഭയങ്കര റിസ്ക് ആണ്. കുറേ നടക്കാനുണ്ട്, കുത്തകളൊക്കെ കയറ്റണം. നമുക്ക് കൗതുകദേശം കൂടുതൽ. ഞാൻ പറയാം പ്രശ്നം, ഞാൻ നടന്നോളാം, ഇതെത്തണ്ടേ, നടന്നിട്ട് എത്തുന്നില്ല. ഞാനാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല. നമ്മളിത് കൗതുകത്തിന് വെറുതെ കയറി പോകുന്നതല്ലേ, ഇത് എത്തണില്ല. അതങ്ങനെ ചവിട്ടി പിടിച്ച് കയറി 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ പിന്നെ അവിടെ നിൽക്കും, പിന്നെയും കയറി പിന്നെ അവിടെ നിൽക്കും. അങ്ങനെ കുറച്ചുകൂടി മേലത്തിപ്പോൾ ആ കുരങ്ങന്മാരെ കൊണ്ട് ചെല്ലത് വേറെ. നമ്മളടുത്ത് കുരങ്ങന്മാരെന്നാണ്, നല്ല സൈസുള്ള കുരങ്ങന്മാരാ. ഒന്നത്തെ വണ്ടി ആ കടക്കൂടാറ്. അതാണ് അവസ്ഥ. എന്നിട്ട് അങ്ങനെ ഒരു വിധം മേലെത്തി. അപ്പോൾ എൻ്റെ വേറെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ ജാമ്യയിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇവർ വിളിച്ച സമയത്ത് ഇവരുണ്ട്, ഞങ്ങൾ ഞാൻ പോകുന്ന സെയിം ട്രെയിനിലാണ് അവരുള്ളത്. അപ്പോൾ ഇവരവിടെ എത്തി, ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി. കാരണം എനിക്ക് വേറെ പ്ലാൻ, അവർക്ക് വേറെ പ്ലാനാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ, അപ്പോൾ അവർ ചോദിച്ചു ജാക്കൂസി ടെമ്പിൾ പോയാൽ ഞാൻ അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടന്ന് വരണ്ട, കുറച്ച് റിസ്ക് പൈസ എല്ലാവരും കൂടി വണ്ടിക്ക് പോകുന്നോളിന്ന് പറഞ്ഞു. ഇവർക്ക് കുറച്ച് കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ഇവർ എന്ത് ചെയ്ത് നടന്നിക്കണേ. പക്ഷെ പൗരത്യം കാണുമല്ലോ തിരിച്ചു പോകുന്നു പറഞ്ഞു, അവർ കയറിയില്ല എന്ന് പറഞ്ഞു. അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് നമുക്ക് നടന്നു പോകാൻ. നമുക്ക് പിന്നെ അത് മാത്രമല്ല, നമുക്ക് തിരിച്ചു വരുമ്പോൾ വേറെ വിഷയം എന്താ വെച്ചാൽ ഞാൻ വന്ന വഴിക്ക് കാണാനല്ല, മറ്റേ പറഞ്ഞ വന്ന വഴി മറക്കരുത് അറിയില്ല, വന്ന വഴി കാണാനല്ല സത്യം പറഞ്ഞാലേ. കാരണം ഇത് എൻട്രിങ് എങ്ങനെയാണെങ്കിലും എക്സിറ്റ് വേറൊരു വഴിയാണ്. അത് വലിയ ഡിഫിക്കൽട്ട് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടികളൊക്കെ വരുന്നൊരു വഴിനാ. അപ്പോൾ ഇതേക്കാലം റിട്ടേൺ ഇറങ്ങിയൊക്കെ ഇപ്പോൾ വേറൊരു വഴി, മീൻസ് വലിയ വീതിയൊക്കെ നല്ല വലിയ റോഡ്, കുറേ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചു, ഇവിടുന്ന് മാൾ റോഡ് പോകണമെങ്കിൽ അത് ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ ഉണ്ട്, ബസ്സിന് പോകാം. ഞാൻ 5-6 കിലോമീറ്റർ നടന്നു. അപ്പോഴാണ് ഞാൻ അറിയണം എത്ര തോന്നെ നടന്നിക്കണമെന്നുള്ള വിഷയം. അങ്ങനെ എന്ത് ചെയ്ത്, അപ്പോൾ ഞാൻ ബസ്സിന് 5 രൂപ എടുത്താൽ മേലെ എത്താൻ പറ്റും. ഇവർ ഈ വണ്ടിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് അടിയിൽ നിന്ന് ഈ മറ്റേ ടൂറിസ്റ്റ് ട്രാപ്പ് ചെയ്യാനുള്ള ഓരോ സംഗതികളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ബസ്സിൽ 5 രൂപ എടുത്ത് അടിയിൽ മാൾ റോഡ് പോയി ഇറങ്ങി. അപ്പോഴാണ് ഞാൻ ലിഫ്റ്റൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം അടിയിലാണ് എത്തുക. പിന്നെ മാൾ റോഡ് കയറുന്നുണ്ടെങ്കിൽ ഒരുപാട് മേലക്ക് വേറെ പോകണം. അതിന് നടക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്ത് ലിഫ്റ്റ് ഉണ്ട് അടിയിൽ. ചിലപ്പോൾ പൈസ കൊടുക്കണം, ചിലപ്പോൾ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് അവിടെ ഓരോ മൂഡിനനുസരിച്ച്. അപ്പം അങ്ങനെ ഞാൻ ലിഫ്റ്റ് കയറി. അങ്ങനെ പൈസ ഒന്നും കണ്ടപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഫ്രണ്ട് അപ്പോൾ ഇതിനെത്തി. അങ്ങനെ ഓനും പിടിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് നടന്ന്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്ത്, മറ്റേ അന്ന് ഇത്ര 13 കിലോമീറ്ററോ അങ്ങനെ എന്തോ നടന്നിക്കണേ. ജീവിതത്തിലായിട്ട് കുറെ നടന്ന റെക്കോർഡ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് അത്ര നടന്നിക്കണ. ഐഫോൺ സ്റ്റെപ്സ് നമ്മൾ കണക്കൂട്ടില്ല, കിലോമീറ്റേഴ്സ്
ആ സാധനം ഭയങ്കര, ഞാനിത് നോക്കി ഞാൻ തന്നെയാണോന്നൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഈവനിങ് ഏത് സ്ഥലത്ത് പോലും നമ്മൾ അവിടുത്തെ ഈവനിങ് ആണല്ലോ നമ്മളെ മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ റൂം എടുത്താലും റൂമിൽ നിന്ന് വേഗം സാധനം വെച്ച് നമ്മൾ ഇറങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾ റൂം ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഓനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ റൂം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങളുടെ റൂമത്തെ ഓണർ പറഞ്ഞ് മാളോട് പോകണമെങ്കിൽ ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പിന്നെ റൂമിൻ്റെ റൂഫിൽ കയറിയാൽ മതി, അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ല, നമ്മൾ വീടിൻ്റെ മേലെ കയറി നമ്മൾ വഴി ഉണ്ടാവില്ലല്ലോ, റൂം വേറെ അല്ലേ കാരണം. പക്ഷേ ഈ റൂം പക്ഷേ ഇത് അങ്ങനെയല്ല, ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും മുകളിലാണ് ഇവിടുത്തെ റോഡുകൾ. അത് ഞാൻ പറയും തട്ട് അതിലാണ് പറഞ്ഞത് ആ സംഭവമാണ് ഇത്. ഇപ്പോൾ എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് റോഡ് പോയി കാണാനായിട്ട് ഞാൻ മുപ്പത് തിരിച്ച് വന്നിട്ട് മുപ്പത് ചോദിച്ചു. അപ്പോൾ മുപ്പത് ഞങ്ങളും കൂട്ടി പോയി. കാരണം മുകൾക്ക് കയറി ഒരു വഴി, ഒരു ഡോറ് തുറന്ന സമയത്ത് കാണുന്നത് റോഡാണ്. അങ്ങനെ ആയിക്കൂടെ നടന്ന് മാൾ റോഡ് പോയി ഞങ്ങൾ എന്ത് ചെയ്ത്. അങ്ങനെ എനിക്ക് അങ്ങനെ വൈകുന്നേരത്ത് നടക്കുമ്പോൾ ചെറിയ മഴ പെയ്യണ പോലെ എന്തോ ഒരു ഫീൽ, നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ വെറുതെ കഴിച്ച് നോക്കും, മഞ്ഞ്, ചെറിയ മഞ്ഞിൻ്റെ സ്നോഫാൾ ചെറുതായിട്ട്, അങ്ങനെ ജീവിതത്തിലായിട്ട് സ്നോഫാളും കിട്ടി. കശ്മീർ പോയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാക്കും തോന്ന നേരമൊന്നുമില്ല, പക്ഷെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ചെറുതായി കിട്ടി. ഞങ്ങൾ കയ്യിലൊക്കെ വെച്ചത് മഞ്ഞ കിട്ടി, അങ്ങനെ പൊലിവായി. അന്നത്തെ ദിവസം അടിപൊളിയായി. ഷിംല എൻ്റെ എൻ്റയർ മറ്റേ ഡെസ്റ്റിനേഷൻസ് ഒക്കെ മാറ്റി വരച്ച്. ഞാൻ അത്രയും കാലം ഓനൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എത്തി. ഞങ്ങൾ രണ്ടാം റൂമിൽ സാധനം വെച്ചാണ് റിട്ടേൺ പോകുന്നത്. അപ്പോഴാണ് സ്നോഫോളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ നൈറ്റും പൊളിയാണ് നൈറ്റ്. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ഇപ്പോൾ നമ്മളെ കരുതുന്ന മാതിരി ഒരു ഈ മുംബൈ ഡൽഹിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 11 മണി 12 മണി വരെയൊക്കെ ഏകദേശം നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡൽഹി നിസാമുദ്ദീനൊക്കെ ഒരുപാട് നേരം 2 മണി 3 മണിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്താവും, ഏകദേശം ഒക്കെ ക്ലോസ് ആവും. കാരണം കശ്മീർ ശ്രീനഗർ പോലെ തന്നെയാണ്, ഒരുപാട് ഗാർഡ്സും ഒരുപാട് പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഷിംലയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നൈറ്റ് വല്ലാതെ ഭയങ്കര സെക്യൂർഡാണ്. പിന്നെ നല്ല പൊതുവെ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് കിട്ടാത്തൊരു സാധനം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇപ്പോൾ നമുക്ക് ഡൽഹിയിലൊക്കെ പോയിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ നോ പറയാൻ ഭയങ്കര പേടിയാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ നമ്മൾ ബിഹേവ് ചെയ്യണത് അതെടുത്ത് ഇത് എത്ര പൈസ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ആ പരിപാടിയൊന്നുമില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കുക, ആയിക്കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. പിന്നെ അതേമാതിരി നമ്മളെ ഇന്ന ടൂർ കൊണ്ടുപോയിട്ട് ഇത്ര ആക്കുക, ആ പരിപാടി ഒന്നും അവിടെ അല്ല. നമുക്ക് എന്ത് ചെയ്യാം, നല്ല അനുഭവമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ അന്വേഷിച്ചങ്ങാണ്ട് നമുക്ക് നല്ല സാധനങ്ങൾ, നമുക്ക് നല്ല പാക്കേജൊക്കെ ഇതാക്കിയിട്ട് അവിടെ പിന്നെ വേറൊരു ഗുണം കിട്ടും. നമുക്ക് ബൈക്കൊക്കെ സ്കൂട്ടിയൊക്കെ റെൻറ്റിന് കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചങ്ങാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ തീരല്ല എന്നല്ല, അതുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവ്. ഞാൻ പറഞ്ഞത് ഷിംല ഞാൻ അത്രയും കാലം പോയ യാത്രയിൽ എനിക്ക് വളരെ വേറിട്ട ഒരു അനുഭവവും വേറിട്ട ഒരു സ്ഥലവും വേറിട്ടൊരു കൾച്ചറും തന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഷിംല പോയാൽ മെയിനായിട്ട് പോകാനുള്ള സ്ഥലങ്ങൾപ്പെട്ടൊരു സ്ഥലമാണ് കുഫ്രി. ഈ കുഫ്രിയിൽ മഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ എന്താവല്ലേ, എവിടെ മഞ്ഞില്ലെങ്കിലും ഇവിടെ മഞ്ഞുണ്ടാവും എന്നാണ് എല്ലാവരും പൊതുവെ പറച്ചിൽ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെയും മഞ്ഞില്ല. അപ്പോൾ എങ്ങനെയൊക്കെ മഞ്ഞ് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ കശ്മീർ നമുക്ക് കിട്ടിയാണ്. പക്ഷെ ഷിംല വന്നിട്ട് മഞ്ഞിട്ടില്ലെങ്കിലും മോശമല്ലേ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്ത് നാർഗണ്ട പറഞ്ഞ സ്ഥലം ഉണ്ടാവും കുറച്ചും കൂടി അപ്പുറത്ത്. നാർഗണ്ട പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അത് അതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഈ നാർഗണ്ട എന്നുള്ള സ്ഥലം അങ്ങനെ ഒരു വഴി, ഒരു ഗ്രാമത്തേക്കുള്ള വഴിയാണത്. സാധാരണ അവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ആ വഴി കൂടെയാണ് നാട്ടിൽ പോലും ഓല നാട്ടിൽ പോലും തിരിച്ച് സിറ്റിക്ക് പോകണമെങ്കിലൊക്കെ ഈ വഴിയാണ് പോലെ. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ പോണ സ്ഥലത്തൊക്കെ ഓരോ കൗണ്ടറുകളുണ്ട്. 1 മുതൽ 200, 10, 200 ചെക്ക് പോസ്റ്റ് അല്ല, ഒരു കൗണ്ടർ. ആ കൗണ്ടറിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടാനുള്ള ബൂട്ട്സ് അതുമാതിരി ഈ കോട്ട് ജാക്കറ്റ് പരിപാടിയൊക്കെ തരും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇവരൊരു വണ്ടിയിൽ ഒരു ബില്ല് തരും നമ്മുടെ അടുത്ത്, ഈ കൗണ്ടറിൻ്റെ. ഈ വണ്ടിയിൽ നമ്മൾ കയറിയാൽ നമ്മളവിടെ കൊണ്ട് ഇറക്കി തരും. നമുക്ക് ഇഷ്ടമുള്ള സമയം മൊത്തം അവിടെ ചിലവഴിക്കാം, എത്ര സമയമാണെങ്കിലും അവിടെ ചിലവഴിക്കാം. അവിടെ മഞ്ഞുള്ളതുകൊണ്ട് രസമാണ്. അങ്ങനെ തിരിച്ച് ഈ സ്ലിപ്പുണ്ട് ഈ വണ്ടി തന്നെ പോരാ, ഇതാണ് സംഭവം. പക്ഷെ ഞങ്ങളവിടെ ഇറങ്ങി ചെന്ന് ഞങ്ങൾ ഈ വണ്ടിയിൽ പൈസ കൊടുത്ത് കയറി അവിടെ വണ്ടിയൊക്കെ ഇറങ്ങി എന്ത് ചെയ്ത് അങ്ങനെ ചെത്തിയപ്പോഴാണ് ഒരു വിഷയം മനസ്സിലായത്. ഇത് ഈ പറഞ്ഞ മാതിരി ഇതൊരു ഗ്രാമത്തേക്കുള്ള വഴിയാണ്. ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെ അനുവാദം വേണ്ട, ഒരു പാസിൻ്റെ ആവശ്യമല്ല. ബസ്സിന് കയറിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിന് പോയാൽ മതി, അല്ലെങ്കിൽ ഒന്നുമില്ല നടന്നു പോയാൽ മതി, ഒരു പ്രശ്നമില്ല.
അത്ര ദൂരേ ഉള്ളൂ. അത്ര ദൂരം എന്ന് പറഞ്ഞാൽ ദൂരമുണ്ട്. ഇത് പോണിടത്തോളം അങ്ങനെ മഞ്ഞ് കൂടി വരും, അതായത് ഒരു ഹൈറ്റിലേക്ക് അങ്ങനെ പോവാണ്. അപ്പോൾ ഈ 4x4 വണ്ടികളൊക്കെ പൊതുവെ അവിടെ ഇതുള്ളൂ. പക്ഷെ നാട്ടിലെ ആൾക്കാർ ലോക്കൽ വണ്ടികളൊക്കെ ഇവിടെ പോകുന്നുണ്ട്. അങ്ങനെയാണ് സത്യം മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളെ പറ്റിക്കപ്പെട്ടു മീൻസ് അങ്ങനെയല്ല, ഇതൊരു ഒരു ഒരു രസമില്ലാത്തൊരു ടൂറിസ്റ്റ് ആയിപ്പോയി, ഒരു ടൂറിസ്റ്റ് സെറ്റപ്പ് ആയിപ്പോയി. ഇത് നമ്മൾ വരിക, ഇതിന് പൈസ ഒരു ഗ്രാമത്തേക്ക് പോണ വൈക്ക് ഇറക്കി ഇട്ടുകാണ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ആ മഞ്ഞെടുത്ത് കളിച്ചോളി എന്ന് പറഞ്ഞാൽ ആ ഒരു രസമല്ലല്ലോ. മറ്റേത് നമ്മള് മറ്റേ കശ്മീരിലൊക്കെ പോയിട്ട് സോൻമർഗില് മറ്റേ അങ്ങനെ പെൽഗാമിലൊക്കെ പോയിട്ട് കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതല്ലത്. ഇതൊരു മനുഷ്യ ഞങ്ങൾക്ക് പരാതികളില്ലല്ലോ. നമ്മള് വലിയൊരു ടീമല്ലേ. എന്തായാലും വിട്ട് ഇനി പരാതി വിട്ട് കാര്യം വെച്ചാൽ അവിടെ നിന്ന് മാഗി കടക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാഗി ഒക്കെ അടിച്ച് സെറ്റ് 4 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്മളവിടെ ഹാപ്പി. നമ്മൾ വണ്ടോളം തിണ്ടി നടന്ന് അതിക്കൂടെ ഒക്കെ നടന്ന് ആ ഗ്രാമത്തിൽ പോണ വഴിയൊക്കെ പഠിച്ച് അതിക്കൂടെ ഒക്കെ പോയി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബസ്സിന് വരുന്നുള്ള മൈൻഡിൽ പോകുന്നത്. പക്ഷെ വേറെ വിഷയമുണ്ട്, അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ഹിമാലയൻ്റെ പർവ്വതങ്ങൾ നിരന്ന് നിൽക്കുന്ന നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. ഈവനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റെഡ് തന്നെ വരുന്ന ഭയങ്കര രസത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഞാൻ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പോലും മീൻസ് ഇത് നമുക്കൊരു സങ്കടമായിട്ടല്ല, നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമാണ്. പക്ഷെ എന്നിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരണം, ഈ പരിപാടിയൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്. ആർക്കും അറിയാത്തതുകൊണ്ടാക്കാരും ചിലപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ പക്ഷെ നമുക്ക് ഇതിന്ന് കിട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വൈബ്, ആ ഒരു അത് പൊതുവേ ഉള്ള സാധനമാണ്. പക്ഷെ ഈ സ്ഥലം ഞാൻ പറഞ്ഞത് ഈ ഒരു വൈബ് അത് ഭയങ്കര സംഭവമായിരുന്നു. നമ്മളെ ജീവിതത്തിൽ നമുക്ക് കുറേയൊക്കെ മഞ്ഞ് കിട്ടിയും ഇങ്ങനെയൊക്കെ ഒരു ഫീലും അങ്ങനെ ബൈക്കിൽ കൂടെ ഉള്ള മഞ്ഞും ഇത് വേറെ തന്നെ രസമായിരുന്നു. ഭയങ്കര അനുഭവമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് ഈ സ്ട്രീറ്റ് അല്ലെങ്കിൽ മാൾ റോഡ് കണ്ട് തീരുന്നില്ല. കാരണം അത്രയും വൃത്തി, അത്രയും രസമുള്ള സ്ഥലമാണ്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ ആലോചിച്ച് ഇവിടെ എന്തായാലും ഫുഡിൻ്റെ ഒരു കൾച്ചർ ഇല്ലാതെ കൂലല്ലോ. ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോലെ അതിൻ്റെ അവിടുത്തേതായ ഒരു ഫുഡിൻ്റെ ഒരു കൾച്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച്, പക്ഷെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ മുന്നേ പോയ ഫ്രണ്ടൊക്കെ പറഞ്ഞ് ഇവിടെ ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റൊക്കെ വേറെ ഉണ്ട്. പക്ഷെ നമുക്കത് കണ്ടെടുക്കാനായില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് 2 ദിവസം ആകെ കഴിച്ചത് ചൗമീൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ നൂഡിൽസ് ഉണ്ടല്ലോ, നൂഡിൽസിൻ്റെ ഒരു വേറെ ടൈപ്പ് സാധനം, അതും ഈ മോമോസും. ഇതാണ് അവിടെ പോയിട്ട് ആകെ കഴിച്ചത്. വേറെ അങ്ങനെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായി, ചിലവ് വളരെ ഭയങ്കര ടേസ്റ്റ്, നല്ല അടിപൊളി സാധനമായിരുന്നു അത്. അപ്പോൾ ഷിംല ഭയങ്കര തന്നെ എന്തായാലും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങോട്ടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും പോകണം, ഫാമിലി ആയിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല ഞാൻ ഫസ്റ്റ് മുംബൈ പോയ സമയത്തില്ലേ, ഇവന് ഇവിടുന്ന് പറഞ്ഞ മുംബൈ ദർശൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എത്ര ചെറിയ പൈസ, 200 300 ശരിക്കുള്ള സംഗതിയാണ്. ഞാനവിടെ പോയി പെട്ടു. അല്ല, മുംബൈ ദർശൻ നമ്മളിപ്പോ ഗൂഗിൾ മുംബൈ ദർശൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് മുംബൈ ദർശന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇതേതോ ചാത്തനം സൈറ്റ് പറയാൻ പറ്റൂല. അല്ല, ഒരു ബസ് മുംബൈ ദർശൻ അത് വന്ന് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് പിക്കപ്പ് ചെയ്യുന്ന ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ ഫീസൊക്കെ അവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സാധനം വരും. വിളിക്കും, വിശ്വസ്തത. അതല്ല, എന്താ അറിയോ, എന്നോട് പറഞ്ഞ ടൈമിൽ ഞാൻ അവിടെ എത്തി. എന്നോട് CSTന്റെ അടുത്ത് എത്താനാണ്, ഛത്രപതി ശിവജി ടെർമിനസിന്റെ അടുത്ത്. ഞാനാണ് ഈ കറക്റ്റ് സമയത്ത് അവിടെ എത്തി ചെയ്തത്. കുറച്ച് 5 മിനിറ്റ് മുമ്പ് എത്തിയാണ്. അങ്ങനെ ഓർക്ക് വിളിച്ച് പറഞ്ഞത് ഇപ്പത്ത് പറഞ്ഞേ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓരെത്തിയില്ല. അവ വിളിച്ച് പറഞ്ഞ ബ്ലോക്കാണ്. പക്ഷെ ആ റോഡൊന്നും ബ്ലോക്കൊന്നും കാണാനില്ല. ഞാൻ മാപ്പിൽ അടിച്ചു നോക്കിയപ്പോ മാപ്പിലും അങ്ങനെ ബ്ലോക്കൊന്നും കാണില്ല. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ ചോദിച്ച് ഇതാക്കണ്ടേ, ഒരു റിപ്ലൈ ഒന്നും മര്യാദക്ക് തരുന്നൊന്നുമില്ല. തന്നെ കറക്റ്റ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു തിണ്ടുമ്പോ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ അടുത്ത് മറ്റേ ബാഗും എന്നിട്ട് ഒരു തിണ്ടുമ്പോ ഇരിക്കുക. എന്നിട്ട് എത്ര ആയിട്ട് വന്നില്ല. ഞാൻ ലാസ്റ്റ് നിസാമിനെ വിളിച്ച്. അപ്പൊ ഓനൊന്നും പറയില്ല, ചിലപ്പോ ഉടായിപ്പോ ഒറ്റടിക്ക്. എനിക്ക് തോന്നുന്നു ഇവരെന്നെ പെടുത്തിയതാണോ സംശയം. ഞാൻ ഡൽഹി പോയ ടൈമിലുണ്ടല്ലോ, ആ സമയത്ത് മുംബൈ പോയ ടൈമില് CST നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ആ ടൈമിൽ അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഉണ്ടാവില്ല, രാവിലെ മോർണിംഗ് 9 മണി ആ 10 മണി ആ ടൈമിനുള്ളിലാണ് പിക്കപ്പ് ഉള്ളത്. ഇത്ര ടൈം വരെ ഉള്ളത്. നമ്മൾ 11:30 ആ ടൈമിലാണ് നമ്മൾ ഒരു ദിവസം ഫുള്ള് 9 മണി 350 റുപ്യ ബസ്സാണ്.
അവിടെ 60 ഉറുപ്പ്യക്ക് ഇവിടുന്ന് ഡൽഹി അവിടെ മുംബൈ മൊത്തം കറങ്ങാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ട്. 60 ഉറുപ്പ്യുള്ളൂ. എല്ലാ ബസ്സിലും കയറി എന്ത് ചെയ്യാ, മൊത്തം എക്സ്പ്ലോർ ചെയ്യാ. ഞാൻ എന്റെ പ്ലാൻ എങ്ങനെയാണ്, ഒരാഴ്ചയില് ഫസ്റ്റ് ദിവസം ഈ ബസ്സില്, ബാക്കി പിന്നെ സ്വന്തം. ഞങ്ങള് നോക്കിയിട്ട് എന്ത് ചെയ്യാ, എപ്പോ വിളിച്ചപ്പോ അവര് പറഞ്ഞു 11:30-12 ടൈമിൽ നമ്മള് അവരോട് കോൾ ചെയ്യണത്. അവർക്ക് ഉണ്ടാവൂല, പിറ്റേ ദിവസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്ക് തിരിച്ചു പോരണല്ലോ, വേറെ സ്ഥലങ്ങൾ പോകാനുള്ളത്. നമ്മൾ എന്ത് ചെയ്ത് ഒരു ടാക്സിക്കാരനെ സംസാരിച്ച് ചോട്ടുപാട് സംസാരിച്ച്. അപ്പൊ ഞാനും നാസിം അതുപോലെ തന്നെ ചെക്കന്മാരുണ്ടായിരുന്നു കൂടെ. അങ്ങനെ സംസാരിച്ച് ആള് റേറ്റ് പറഞ്ഞു. റേറ്റ് 1000 ഉറുപ്പ്യ അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മള് 4-5 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യാ, സ്പ്ലിറ്റ് ഇടാ. 1000 ഉറുപ്പ്യ കുഴപ്പമില്ല. ആളെവിടെയൊക്കെ കാണിക്കുന്നു ചോദിച്ചു. അപ്പോൾ ആള് ലിസ്റ്റ് പറഞ്ഞത് സ്ഥലങ്ങൾ കാണിക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആള് 1-2 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ നോക്കി. പറ്റൂല ഫുള്ള് ആള് പറഞ്ഞതല്ലെങ്കിൽ നമ്മള് ഫുള്ള് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എവിടെയൊക്കെ പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളും എന്ത് ചെയ്യും ഇപ്പൊ നമ്മള് കൊണ്ടുപോയി. ആദ്യം താജ് ഹോട്ടലിന്റെ അവിടെ ഗേറ്റ് വേ ഇന്ത്യ. ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്ത് ഒരു ഡോർമെട്രി ഇതേപോലെ പൻവേലിലാണ് സ്റ്റേ അല്ല, പൻവേലാണ് നമ്മൾ സ്റ്റേ. പൻവേലിലാണ് പരിപാടി നടക്കുന്നത്. പൻവേലിലാണ് ഗോൾഡൻ ഗിഫ്റ്റ് നടക്കുന്നത്. അവിടെയാണ് പൻവേലിലാണ് ഗോൾഡൻ ഗിഫ്റ്റ് നടക്കുന്നത്. എത്ര ദിവസം ട്രിപ്പ് ചെയ്യുന്നത്? നമ്മളൊരു 3 ദിവസം. പക്ഷെ നമുക്ക് കുറച്ച് ടൈമുള്ളൂ. പരിപാടി 2 ദിവസം ഉണ്ട്. നമ്മള് അവസാനത്തെ ടൈമിലാണ് നമുക്ക് പരിപാടിക്ക് പങ്കെടുക്കേണ്ടത്. പിന്നെ 2 ദിവസം നമ്മൾ എന്താണ് എക്സ്ട്രാ ഉള്ള രൂപത്തിൽ കണ്ടിട്ട് 2 ദിവസം നമ്മൾ എന്ത് ചെയ്യാ, എക്സ്പ്ലോർ ചെയ്യാനുള്ള രൂപത്തിലൊക്കെ പ്ലാൻ ചെയ്താണ്. അങ്ങനെ എന്താക്കി, ആദ്യം നേരത്തെ പരിപാടിക്ക് പങ്കെടുക്കാണ്ട് 2 ദിവസം പരിപാടി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു, അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി നീച്ച്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ ഇത് നോക്കുന്നത്, മുംബൈത്തെ നോക്കണത്. അങ്ങനെ നോക്കി ആളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി. എത്ര ഉറുപ്പ്യ ചിലവ് വരുന്ന പറഞ്ഞ ആൾ. അപ്പം നമ്മൾ 4-5 ആൾക്കും കൂടി സ്പ്ലിറ്റ് ചെയ്യുക. എത്രയല്ലേ വരണുള്ളൂ, 1000 ഉറുപ്പ്യ വരണുള്ളൂ. സ്പ്ലിറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഫുള്ള് ഓരോ സ്ഥലങ്ങൾ മുംബൈ അന്ന് നമ്മൾ ഹാജി അലി ദർഗ, പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് വേ, അതുപോലെ തന്നെ താജ് ഹോട്ടൽ, പിന്നെ അവിടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഗാർഡൻ, പിന്നെ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയി. പിന്നെ ആപ്പിൾ ഇല്ല, നമ്മളെ ആപ്പിളിന്റെ സ്റ്റോറൊക്കെ ഉണ്ട് മുംബൈയിൽ. അവിടെയൊക്കെ ഫുള്ള് കറങ്ങി. കുറച്ച് ടൈമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഏകദേശം മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നമ്മളൊന്ന്. പിന്നെന്ന് വെച്ചാൽ അധികം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നില്ല. ഹെൽത്ത് നല്ല പനിയാണ്, നല്ല പനി പറഞ്ഞാൽ പെരും പനിയാണ്. റിട്ടേൺ ഫ്ലൈറ്റ് അടക്കം നോക്കിയത് ആ അവസ്ഥയിലുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇത് വെയിറ്റിംഗ് ലിസ്റ്റാണുള്ളത്, കൺഫേം ആയിട്ടില്ല. ട്രെയിൻ ഇപ്പോൾ എത്തും. ട്രെയിൻ എത്ര ടൈം ഇവിടുന്ന് ഒരു സൗത്ത് ഇന്ത്യ ടീംസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽസിലത്തെ ഒരു നമുക്ക് ഡെയിലി ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തേണ്ട ആളുണ്ടേന്. മുപ്പർക്ക് വിളിച്ചിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് അന്ന് മുപ്പരാണ് സെറ്റാക്കിയത്. കിട്ടുന്നില്ല. അവസാനത്തെ വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുപ്പരന്ന് കിട്ടുമെന്നുള്ള വിധത്തിലാണ് മുപ്പര് സാധനം റെഡിയാക്കുന്നത്. ട്രെയിൻ വരാൻ കുറച്ച് സമയമുള്ള ടൈമിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. പിന്നെ കുറേ കഴിഞ്ഞിങ്ങനെ നോക്കി ലാസ്റ്റ് എന്ത് ചെയ്യും, സാധനം കൺഫർമേഷൻ എന്നുള്ളൊരു മെസ്സേജ് വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, സമാധാനമായത്. അതുവരെ എന്ത് കാട്ടും എന്നുള്ളൊരു പേടിയാണ്. വെച്ചാൽ ഇനിയും വൈകി കഴിഞ്ഞാൽ ഇവിടെ ലീവ് കൂടും. ഇവിടെ ലീവ് കൂടുന്നൊരു പ്രശ്നം ഉണ്ടായിന്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മൾ യാത്ര പോകുമ്പോൾ ഞാൻ ഇന്നോട് കൂടി ഞാൻ എൻ്റെ ഒരു പ്ലാനിനോട് പെടുത്തണം എന്ന് വിചാരിക്കുന്ന സാധനം കേട്ടോ. യാത്ര പോകുമ്പോൾ നല്ല വൈഡായൊരു സമയം എപ്പോഴും കരുതണം എന്ന് വിചാരിക്കലുണ്ട്. കാരണം നമ്മുടെ സ്ഥലത്ത് പോയിട്ട് അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതെ പോരുന്നേക്കായും ബെറ്റർ എന്താണ് പോവാതിരിക്കലേക്കാരം. കാരണം നമ്മൾ ഇപ്പോൾ ഒരു 1 വീക്ക് വേണ്ട ഒരു ട്രിപ്പിന് ഒരു 4 ദിവസം കൊണ്ട് പോയാൽ എന്താവില്ല. നമ്മൾ ഒരേ പൈസയാണ് ചിലവാക്കുന്നത്, ഒരേ ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ യാത്രയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സാധനം അതാണ്. നമ്മൾ കുറച്ചും കൂടി നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ടൈം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, യാത്രകൾ പോയാൽ. പിന്നെ മുംബൈൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മുംബൈ അങ്ങനെയാണ് ഒരാഴ്ച ഒറ്റയ്ക്ക് പോയി
ഒരാഴ്ച ഫുള്ള് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അല്ല ഞാൻ ഇപ്പൊ നമ്മള് ഒന്നുമില്ലെങ്കിലും ഒരു നമ്മൾ തീരുമാനിച്ച ദിവസത്തിനൊക്കെ ഒരു ദിവസം കൂടുതൽ വെച്ചാലും കൂടി എന്താവും അറിയോ, കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് നമുക്ക് പോയി ഇറങ്ങി പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട്. കാരണം അതായത് നമ്മള് കരുതിയ പ്ലാനൊന്നും നടന്നില്ല കുറ്റബോധം ഉണ്ടാവും. അത് മാത്രമല്ല, മേ ബി നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് ഒരു ദിവസം സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയും കൂടി നമുക്ക് ആ ഒരു ഇതിൽ ഒരു ബെറ്റർ ഉണ്ട്. അത് അല്ലാതെ പോണ ആൾക്കാരുണ്ട്. ഇനി ചിലപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട് തൊയ്യബ്, മൂപ്പര് മുംബൈ സൂറത്ത് ഒക്കെ പോണ ആളാ. മൂപ്പരെന്ന് വെച്ചാല് ബിസിനസ് ആവശ്യത്തിന് പോണതാ. മൂപ്പര് നേരെ പോണ്, സ്റ്റേഷനിൽ ഇറങ്ങണേ, മൂപ്പര് ആവശ്യത്തിന് പോണ്, തിരിച്ചു പോരുന്നു. നേരെ കുറച്ച് നമ്മളൊക്കെ കൊറേ പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് പോണം. മൂപ്പര് ഇടക്കിടക്ക് പോണേ. നമ്മളിപ്പോ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ എന്റെ പെരക്കാരായിട്ടൊരു സിയാറത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ ഒരു വേറൊരു രൂപത്തിലേക്ക് ഒരു ട്രിപ്പ് പോയി ബാക്കി മാറ്റാന്നുള്ള രൂപത്തിലേക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഏർവാടി, അതുപോലെ തന്നെ നാഗൂര്, മുത്തുപ്പേട്ട അവിടെ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ഒരു 3 ദിവസം 4 ദിവസം കാറിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം എന്തായാലും 2-3 ദിവസം എന്തായാലും ഉണ്ടാവല്ലോ. അപ്പൊ ഇവിടുന്ന് ടൈം എടുത്ത് പോവാ, അത് നല്ല രൂപത്തിൽ എക്സ്പ്ലോർ ചെയ്യുക. അവിടെ എവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്ന സ്ഥലം സിയാറത്ത് കേന്ദ്രം അല്ലാതെ എവിടെയൊക്കെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഉമ്മാർക്കും വൈഫിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, അതുകൂടെയൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യാത്ര എന്നുള്ള രൂപത്തിൽ അതിന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ മധുരയാണ്, സിക്കന്ദർമല മധുരയിലാണല്ലോ. അങ്ങനെ ഒരു പ്രാവശ്യം രാവിലെ മധുരയ്ക്ക് എത്തുന്നത്. പെരേന്ന് പോന്നിട്ട് രാവിലെ മധുരയ്ക്ക് എത്തി. ചായക്ക് കുടിക്കാം എന്ന് പറഞ്ഞു ഉമ്മ. അപ്പോൾ അന്ന് ചെറിയൊരു കട്ടൻ ചായ കുടിച്ച് നേരെ എന്ത് ചെയ്ത് നമ്മൾ സുവിസ്കാരം കഴിഞ്ഞിട്ട് നേരെ സിക്കന്ദർമല കയറി. അങ്ങനെ കയറുമ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ജ്യേഷ്ഠൻ്റെ കുട്ടിയുണ്ട്, അവന് ചിപ്സും പിടിച്ച് കയറിനാണ്. കുരങ്ങെടുത്തുണ്ട്, ചെക്കനാകെ പെരും കരച്ചില്, കുരങ്ങനെ കല്ലെടുത്തെറിയ ജാതി സീന്. കുട്ടികളല്ലേ ഓർക്കെന്ത് കുരങ്ങ കൊങ്ങെന്ന് വിളിച്ചിട്ട് കളിയാക്കിയത്. അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തി. അങ്ങനെ അവിടെ സിയാറത്തൊക്കെ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു സമാധാനം. റിട്ടേൺ വരുമ്പോൾ അവിടെ കയറുന്ന വഴി സിക്കന്ദർമല കയറി തന്നെ മനസ്സിലാവും നമുക്കൊരു അവിടെ ഒരു എന്തുണ്ട്, ഒരു വേർതിരിവില്ലാതെ തന്നെ നല്ല രൂപത്തിൽ അവിടെ കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ അമ്പലം, ഒരു സൈഡിൽ മക്കാം എന്നുള്ള രൂപത്തിൽ കാണാൻ പറ്റും. കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ അമ്പലമുണ്ട്, ഒരു സൈഡിൽ ദർഗയുണ്ട്. നമ്മൾ കേട്ടുമ്പോൾ അവിടെ നിന്ന് വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാം, ഇവിടെ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കണത്. സിക്കന്ദർമല കയറി കഴിഞ്ഞാൽ മധുര ഫുള്ളൊക്കെ കാണാൻ പറ്റും. അവിടെ കയറുമ്പോൾ തന്നെ പണ്ട് കാലത്ത് പണിതൊരു ചെറിയ ഇതൊക്കെ ഉണ്ട് അവിടെ. അമ്പലങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ആ ഒരു മലയുടെ മേലെ പണിത് ചെറിയ എടുത്ത് പണിതൊന്നും ഉണ്ടാവില്ലല്ലോ, പണ്ട് പണിതാണ്. ആ സ്ട്രക്ചറും ആ ഒരു ഇതൊക്കെ പറഞ്ഞാൽ വളരെ നമുക്ക് ഹെറിറ്റേജ് ഫീലാണ് ഉണ്ടാവുക. അവിടെ പോകുമ്പോൾ തന്നെ മക്കാമിൻ്റെ അടുത്ത് കുറച്ച് താഴെ തന്നെ ഒരു ചെറിയൊരു ഹെറിറ്റേജ് പോലെ ഒരു ചെറിയൊരു കൂടാരം പോലെ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ താഴെ തന്നെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ചെറിയ പണ്ടത്തെ ആൾക്കാർ പറയും അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കല്ലുമലൊക്കെ എഴുതി ഓരോരുത്തർ പോയവരെ പേരൊക്കെ എന്നുണ്ടാവും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. കല്ലുമലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ എഴുതി വെച്ചിട്ടുണ്ടാവും. എവിടെ നിങ്ങള് മറ്റേ മുംബൈ നമ്മൾ ഡൽഹിത്തെ ജമാ മസ്ജിദ് പോലെ മുംബൈയിലൊരു ജമാ മസ്ജിദ് ഉണ്ട്, അവിടെ പോയിനോ? അല്ലേ, ഞാനത് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട്, ഞാൻ മുംബൈ പോണതിന് മുമ്പ് റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ നല്ല അടിപൊളിയായി തോന്നി. നല്ല അടിപൊളി പള്ളി. ഞങ്ങളന്ന് പോയ സമയത്ത് അവിടേക്ക് എത്തിപ്പെടുന്ന എങ്ങനെ വെച്ചാൽ, ഞങ്ങളെ കൂടെ നോമാൻ അവനക്ക് മുഹമ്മദ് അലി സ്ട്രീറ്റിൽ ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. മൂപ്പര കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്, അതായത് ഞങ്ങൾ പോണതിന് കുറച്ച് മുന്നേ നമ്മളൊരു ഫ്രണ്ട് പെരുന്നാളിനൊക്കെ ആ പള്ളിയിൽ കൂടിയിരുന്ന നമ്മളെ ജോലി ചെയ്യുന്നിടത്തുള്ള ഒരു ഫ്രണ്ട്. അപ്പോൾ ഓനെന്ന് പറഞ്ഞു പള്ളി അടിപൊളി പള്ളിയാണ്, നമുക്ക് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് അന്ന് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ ഈ പള്ളി പോയി. ഈ പള്ളി നമ്മൾ പുറമെന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളൊന്നുമില്ല, സാധാ ഒരു സ്ട്രീറ്റിൻ്റെ ഫ്രണ്ട്, ഈ പള്ളിയിൽ പുറത്തിറങ്ങുന്ന സ്ട്രീറ്റാണല്ലോ ഒരു നടന്ന സ്ട്രീറ്റ്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഇത് പള്ളിയുടെ ഉള്ളിൽ കയറി ഞങ്ങളെ നിസ്കരിക്കണം. ജുമാക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് പോണേ. ജുമാക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ പോണത്. അപ്പോൾ ഈ ചെരുപ്പൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ചെരുപ്പ് ഷൂ നമ്മൾ പുറത്തുള്ള പള്ളികളിലൊക്കെ അവസ്ഥ തന്നെയാണല്ലോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അത് മാത്രമല്ല, ഈ ചെരുപ്പുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബൗണ്ടറി കടന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളിൽ കയറുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഉള്ളെടുക്കുന്ന ഹൗലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്നും എന്ത് ചെയ്ത് ചെരുപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെ വെള്ളം കൂളർ വെച്ചേക്കണം, കൂളറിന് അടി കൊണ്ട് വെച്ച് ചെരുപ്പുകളൊക്കെ
നമുക്ക് നമ്മുടെ ചെരുപ്പാണല്ലോ വലുത്. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളവിടെ പോയി. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിക്കണം, ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. ഞങ്ങളവിടെ ഹൗദിൻ്റെ ആ വഴിക്ക് ഇരുന്ന് ഭയങ്കര രസമല്ല അവിടെ ഇരിക്കാൻ. ഇങ്ങനെ അതായത് പള്ളിയുടെ താഴത്താണ് ഒരു ഹൗദ് എന്ന് പറയാൻ പറ്റിയൊരു കുളം പോലെയാണുള്ളത്. കുറേ ഒരുപാട് മീനും കാര്യങ്ങളും. നമ്മൾ കാലിന് വെച്ചെടുത്താൽ കുറേ വന്നങ്ങാണ്ട് എന്ത് ചെയ്യും, നമുക്ക് വെറുതെ ഫിഷ് തെറാപ്പിയൊക്കെ വെറുതെ കുറച്ച് വലിയ ചിലപ്പോൾ വിരല കടിച്ചുകൊണ്ടു. അതൊരു പേടിയുള്ളതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യണില്ല, കാലിൽ വെച്ച് കൊടുത്തില്ല. അങ്ങനെ അതുകൊണ്ട് കയറി ജുമയൊക്കെ ഞങ്ങൾ പള്ളിയുടെ നേരം മുകളിൽ കയറി. ഈ മുകളിൽ കയറി സ്ട്രീറ്റിൻ്റെ ഒരു ഹൈ വ്യൂ കിട്ടും, നല്ല രസമുള്ള. അവിടെ കയറി അത് കയറുന്ന വഴിയും ഈ പള്ളിയുടെ മുകളിലൊക്കെ നല്ല രസമാണ്. മീൻസ് ഇങ്ങനെ ഈ ആർച്ചുകളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ശൈലി നല്ല ഉള്ളിലൊക്കെ നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ പള്ളിയൊക്കെ കണ്ടിറങ്ങി സ്ട്രീറ്റൊക്കെ നടന്ന് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ റിട്ടേൺ പോകുന്നത്. ഞങ്ങൾ പൊതുവേ നടന്നിട്ടാണ് അധികവും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്. മുംബൈ പോയ സമയത്ത് നമ്മൾ കുറച്ച് മാത്രമേ വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാനീ പറഞ്ഞ നുമാൻ ഇവനക്ക് കുറച്ച് കോണ്ടാക്ട്സ്, അതായത് കുറച്ച് ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലയിടത്തുനിന്നും ഞങ്ങൾ പിക്ക് ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിക്കണം. അങ്ങനെ ഓല കൊടുക്കണ പലപ്പോഴും പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കും കുറേ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റിക്കണം. കഴിഞ്ഞ യാത്ര പോയ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് ട്രെയിനിൽ എന്ത് ചെയ്ത് 2 ദിവസം ഡൽഹിക്ക് ഉള്ളതുകൊണ്ട് ട്രെയിൻ ഫുഡ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടൊക്കെ കഴിക്കണം. പക്ഷേ ഇവിടുന്ന് പോണ സമയത്ത് എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആ യാത്ര ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു. മീൻസ് ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ സംഗതികൾ നടന്നൊരു ഡൽഹിക്ക് ഞാൻ പോയ സമയം. അങ്ങനെ എൻ്റെ അടുത്ത് ഫുഡൊന്നുമില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, ഒറ്റ നേരം മാത്രം എന്ത് ചെയ്യുള്ളൂ, ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. എന്തെങ്കിലും മേടിക്കുകയാണെങ്കിലും ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് സൊമാറ്റോ ഒക്കെ പോലത്തെ വേറെ ഫുഡ്, പക്ഷെ അതിലൊക്കെ സാധാരണ ഭയങ്കര റേറ്റ് അല്ലേ, നമ്മൾ ചിലപ്പോൾ ചുരുക്കാനുള്ള പോണെങ്കിലോ. അപ്പോൾ ഈ എന്ത് ചെയ്യും, എന്നിട്ട് അങ്ങനെ അത് ഗ്യാപ്പുള്ളിടത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മേടിക്കും. അങ്ങനെ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ മേടിച്ചിരുന്നു കോഴിക്കോട് പോണ സമയത്ത് തന്നെ. പക്ഷെ ഞാൻ ട്രെയിനിൽ കയറി ഞാൻ എത്തുന്നത് ഒരു കോളേജ്, ഒരു പാക്കേജ് ആയിട്ട് കോളേജ് കുട്ടികൾ പോകുന്ന ഒരു ഫുൾ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് നിറച്ചവരാണ്. ഇതും അതിനപ്പുറത്തുള്ള, ഇപ്പോൾ ഞാൻ സ്ലീപ്പർ S1 S2 S3, ഞാൻ S1-ലാണ്. ഈ S1 S2 S3 മൊത്തം അവരാണ്, വേറെ ഒരു പാസഞ്ചേഴ്സും ഇല്ല. മീൻസ് ഇവർക്ക് വേണ്ടി ബൾക്കായിട്ട് ബുക്ക് ചെയ്താൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് S1-ൽ ഫസ്റ്റ് സീറ്റ് കിട്ടിയില്ല. ഞാൻ കുറച്ച് മുന്നേ ബുക്ക് ചെയ്തിരിക്കണം. ചിലപ്പോൾ അതുകൊണ്ടാക്കാരം ഞാൻ 2-3 മാസം മുമ്പേ മുന്നേ ബുക്ക് ചെയ്തിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാക്കാരം കിട്ടിയത്. അപ്പം ഞാനങ്ങനെ ഇതിലിരുന്ന് ബാക്കിയുള്ള അപ്പം എനിക്കും തന്നെ ഒരു ചടപ്പായി. കാരണം ഇവരെല്ലാവരും വേണ്ടാവും, ഞാൻ മാത്രം. ഞാൻ ഒരു സാറിനോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ മാറാം, എനിക്ക് പ്രശ്നമില്ല. കാരണം പക്ഷേ ഇവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഇവർ 3 ബോഗി മുകളിൽ മൊത്തം മാറാനാണെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ മാറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുമ്പിൽ പറഞ്ഞു അത് പ്രശ്നമല്ല, ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. സാറൊക്കെ ഭയങ്കര സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഒരു പരിചയപ്പെട്ടിരുന്നില്ല, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ അടുത്ത് ഫുഡൊന്നും ഇല്ലാതെ വിഷമിച്ചിരുന്ന സമയത്താണ് ഒരു ലോഡ് ഫുഡ് കൊണ്ട് ഇവർ വരുന്നത്. ഇവർക്കറിയാലോ കോളേജ് കുട്ടികൾ, പ്രത്യേകിച്ച് കുറച്ച് ഗേൾസും കുറച്ച് ബോയ്സും എല്ലാവരും ഉണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യും, ഇവർ ഫുഡ് എടുക്കും. ഞാൻ മൈൻഡ് ചെയ്യില്ല. മീൻസ് നമുക്ക് ആരും അറിയില്ലല്ലോ, ഒന്നാമത് വരെ പരിചയമല്ല നമുക്ക്. അപ്പൊ ഞാൻ ഫോണൊക്കെ കളിച്ച് എടുത്തിട്ടൊക്കെ വെച്ച് ഇങ്ങനെ സാധനം ഞാൻ മൂലക്കന്നെ ഇരുന്ന് ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ നമുക്ക് വേണേൽ മേടിച്ച് കഴിക്കാന്നുള്ളതൊക്കെ വല്ലാതെ നിർബന്ധിക്കാണല്ലോ കഴിക്കാന്നുള്ളത്. പക്ഷെ ഇവർക്ക് ഒരാള് പണ്ട് ചെക്കൻ പേരെന്ന് ഇറങ്ങിപ്പോയില്ല വാപ്പ ചൂടായിട്ട്, വാപ്പ വന്ന് വിളിച്ചാ പോവില്ലെങ്കിൽ പോകണ്ട. അതെ, ആ സാധനം. അപ്പൊ ഞങ്ങൾ നിർബന്ധിക്കാണൊക്കെ മേടിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ അയ്യോ വേണ്ട, ആ ഒരു മൈൻഡാണ് ഞാൻ. പക്ഷെ ഇവര് ഭയങ്കര ബോൾഡ് ആയിരുന്നു. ഇവര് നമ്മള് കരുതുന്ന മാതിരല്ല. മീൻസ് ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാത്ത ഒരാളൊക്കെ ഞാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് 1-2 വർഷമൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ നമ്മളെ പണിയൊക്കെ നമുക്ക് പോകും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് നിർബന്ധിച്ച് എന്ത് ചെയ്ത് എനിക്ക് ഫുഡ് തന്ന് എന്നോട് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഓല കൂടുതൽ തന്നെ കൂടി കുറേ സംബന്ധിച്ചപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ കരുതിയത് ഞാനെന്തോ വലിയ മറ്റേ വെഡിങ് ഫോട്ടോഗ്രാഫറാണ്, അങ്ങനെയാണ് ഇവര് കരുതണത്. പക്ഷെ നമ്മളെ വെഡിങ് അല്ല, നമ്മളെ ഒരു മറ്റേ മേഖല വേറെയാണ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്ത് പക്ഷെ എന്നാലും ഫോട്ടോഗ്രാഫർ അറിയാലോ, നമുക്ക് മതി പറഞ്ഞ അതാണ് ഇവരെ മോഡ്. പക്ഷെ ഞാൻ ക്യാമറ വെച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ഫോണുമ്പോൾ തന്നെ ഒതുക്കി പരമാവധി അങ്ങനെ എന്ത്. അപ്പോൾ വിഷയം എന്ന് വെച്ചാൽ ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ ഇവരോട്ട് കുട്ടി സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ഒന്നുകൂടി ക്ലോസ് ആണ്, സാർമാരോടൊക്കെ. പക്ഷെ ആ 2 ദിവസം ഞാൻ പോയതാണ് അറിയില്ല. സാധാരണ ജീവിതത്തിൽ
ഞാൻ അത് മാത്രമല്ല, ഞാൻ ഈ യാത്ര ഞാൻ ഒറ്റയ്ക്ക് പോകണം, അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നും കൂടിയാണ് ഞാൻ പോയത്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം ഇവർ അത്രയും സ്റ്റുഡൻസ് ഉണ്ട്, ഇവർ ഒരുപാട് ഇപ്പം ഞാൻ എവിടെയൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ചുറ്റോറ് ഇവരൊക്കെ ഉണ്ട്, പുറത്തുനിന്ന് വരാനില്ല, എവിടെ ഇറങ്ങാനില്ല. ഇവിടുന്ന് കോഴിക്കോട് കയറി ഡൽഹി പോയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇറങ്ങുള്ളൂ. കാരണം അതുകൊണ്ട് സേഫ്റ്റിക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് കമ്പനിക്ക് ആൾക്ക് കുറവില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കണം വിചാരിച്ചു ഞാൻ 3 നേരം സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് ഫ്രീ ആയിട്ട്. പോരാത്തതിന് രാവിലെ ചായ, സ്നാക്സ്, ഈവനിങ് വേറെ ചായയൊക്കെ പിന്നെ കാക്ക ചായ കൊണ്ടിരുമ്പോ ചായ മേടിക്കും. ഇവര് ഒരു കുട്ടിയുടെ ഒരു ബാഗ് നിറച്ച് മുഴുവൻ ഇത് മറ്റേ ഈ പഴയ മിഠായികൾ, അല്ല ഇവരൊക്കെ ടീമായിട്ട് പോയി മേടിച്ചാന്ന് കേട്ടെ. ഫുള്ള് സാധനങ്ങൾ ചെയ്യുന്നത് ഒരു ബാഗ് നിറച്ച്. ഇപ്പോൾ പോകുമ്പോൾ ഒരു ബാഗ് കുറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഞാൻ അതെന്താ വെച്ചു, ഈ ബാഗ് ഫുള്ള് ഫുഡല്ല, ഇത് അവിടെ തോന്നി തീരുന്ന് പറഞ്ഞു. അങ്ങനത്തെ ടീമേ. പക്ഷെ അവര് മറ്റേ എനിക്ക് തോന്നുന്നത് മഞ്ചേരിയാണ് തോന്നുന്നത് കോളേജ്. ഞാനത് മറന്നു. ഞാൻ പിന്നെ പൊതുവേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ അത് അയിമക്കൊന്നും കയറിയിട്ടില്ല. അങ്ങനെ നമുക്ക് നിന്നാൽ കിട്ടിയാൽ മതി, നമ്മൾ ജീവൻ നിലനിന്നാൽ മതിയല്ലോ, അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഞാനെന്ത് അവരോട് മറ്റേ നല്ല ക്ലോസ് ആയി കുറേ ആൾക്കാരോടൊക്കെ ഞാൻ കുറേ ആൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത്. അങ്ങനെ ഇത് യാത്ര തീരുമ്പോൾ പൊതുവെ നാട്ടിൽ വന്ന് പിരിയണ മാറ്റൊരു ഫീലാണ്. കാരണം അത്രയും നമ്മൾ 2 ദിവസം നമ്മളെ കൂടെ അങ്ങനെ നിന്ന ആൾക്കാരല്ലേ. ഞാൻ സാറിനോടൊക്കെ പറഞ്ഞ് ഇവരെ കുട്ടിയോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ ആയിക്കോയി ഞാനൊക്കെ. കാരണം എന്നെ പുറത്ത് നമ്മളെ കൂട്ടാൻ ഒരാൾ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ സമയത്ത് ഞാനെന്തോ വലിയ സംഭവം വിചാരിച്ചിരുന്നു. ഡൽഹിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൂട്ടാനൊക്കെ ആൾ വരാറുണ്ട്. നമ്മക്കല്ലേ എൻ്റെ അവസ്ഥ അറിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞാനത് നിർത്താനും പോയില്ല. എന്താ വെച്ചാലും അല്ലെങ്കിൽ ഇരുന്നിട്ട് വിചാരിച്ച് അങ്ങനെ അത്. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി. കാരണം ഒരു നേരം ഭക്ഷണം എടുക്കണം വിചാരിച്ച് ഞാനൊക്കെ എന്തായി, എനിക്ക് ആ പൈസ കൊണ്ട് ലാഭമായി. നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു സംഭവം. സിയാറത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറെ ഫാമിലി ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ, ശരി കേട്ടോ. ഫാമിലി ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഫാമിലി അജ്മീറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമായി. നമ്മളെടുത്തിരിക്കണം സംസാരിച്ച കാക്ക എവിടെ, ഞാൻ കോഴിക്കോട്, നിങ്ങളെവിടെ, ഞാൻ മലപ്പുറം, ആയിക്കോട്ടെ. പിന്നെ ഒരു സംസാരമായോ ഒരു ബന്ധുക്കളായോ ഒരേ ഫുഡ് അവർക്ക് കൊടുക്കലും ഒരേ ഫുഡ് അവർക്ക് കൊടുക്കലും. പൊതുവെ മലയാളികൾ തമ്മിലാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. എനിക്ക് തോന്നി നോർത്ത് തന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറേ ആൾക്കാർ പരിചയപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം ഞങ്ങൾ കശ്മീർ പോകുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു കശ്മീരിൻ്റെ അപ്പുറത്തുള്ള ഫാമിലി ആയിരുന്നു. ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവരെ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഒരു ഉമ്മയും ഇപ്പം ആ ഉമ്മയുടെ ഒരു സഹോദരനാണ്, ഭർത്താവില്ല, ഒരു അവിടെയാണ്. ഇവരോട് ജോലിക്ക് വേണ്ടി വന്നാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി മറ്റൊക്കെ ഞങ്ങളോട് ഭയങ്കര ക്ലോസ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും, നമുക്ക് ഫുഡ് തരും, നമ്മളെ ഫുഡ് ഓർക്ക് കൊടുക്കും. അങ്ങനെ നമുക്ക് മലയാളം അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്തിരുന്നു, ഈ യാത്രകളിൽ നമ്മൾ അടുത്താൽ നമുക്ക് കുറേയൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ മർക്കസ് യൂണിവേഴ്സിറ്റിയിലെ വലൻസിയ ഗാലറി എന്ന് പറയുന്ന കൺവെൻഷൻ സെൻറ്ററിലെ അന്തലൂസിയ എന്ന് പറഞ്ഞ മിനി ഹാളിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു സെറ്റപ്പ് ചെയ്ത് തന്നത് ഇവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അല്ലെങ്കിൽ നല്ല നല്ല പോഡ്കാസ്റ്റുകളൊക്കെ, ഇവൻസുകൾ, ബിസിനസ് മീറ്റുകൾ, അതുപോലെ ഇങ്ങനെ പോഡ്കാസ്റ്റുകളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഇവരെന്ത് ചെയ്യാം, ഈ നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം, എന്തും ചെയ്യാം.